പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങളെ അഭിസംബോധനയിൽ കർത്താവിരിക്കുക നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യും. നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥതയോടെ കണ്ണുനീരോടെ നാം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മറുപടികൾ വൈകുന്നതായി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. വളരെ പ്രാർത്ഥിച്ചു, വളരെ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിച്ചൊക്കെ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളുണ്ട്. ഈ 2024 ഡിസംബർ മാസം അവസാന ദിവസങ്ങളിലേക്ക് അടുത്തു വരുമ്പോൾ നാം നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നത്, എൻ്റെ ആ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി ലഭിക്കുമോ? എൻ്റെ ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവം ഇടപെടുമോ എന്നൊക്കെ നാം ചോദിക്കാറുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 125 അതിൻ്റെ 5-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. നമ്മുടെ ഒട്ടുമിക്ക പേരുടെയും പ്രാർത്ഥന എന്ന് പറയുന്നത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളുണ്ട്. ഇനി സമയത്ത് ദൈവാത്മാവ് വചനത്തിലൂടെ സംസാരിക്കുന്നത്, അങ്ങയുടെ പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകൾക്ക് ദൈവത്തിന് ചില മറുപടികൾ തരാനുണ്ട്. സ്തോത്രം. ഒരു ചോദ്യചിഹ്നം എന്ന നിലയിൽ മറ്റുള്ളവർ ചോദിച്ച ചില ചോദ്യങ്ങൾ, നീ പ്രാർത്ഥിച്ചിട്ട് മറുപടി എന്തിയേ? നീ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് നിനക്ക് വിടുതൽ എന്തിയേ എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ടാകാം. ഇന്ന് ഈ ദൈവവചനം വിശ്വസിക്കാൻ തയ്യാറാകുക. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിന് മറുപടി ദൈവം നൽകി തരും. സ്തോത്രം. ഇവിടെ വായിക്കുന്നത്, സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത ഒരു വലിയ വിടുതൽ, ഒരു മടങ്ങിവരവ് അവിടെ കാണുകയാണ്. അവർ പറയുന്നത് ഇതാണ്: സിയോന്റെ പ്രവാസികൾ ഒരിക്കലും മടങ്ങി വരുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. പക്ഷെങ്കിൽ ഞങ്ങളൊരു സ്വപ്നം കാണുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം, ഞങ്ങളുടെ ഹൃദയത്തിലെ പ്രതീക്ഷ, ഞങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ സിയോന്റെ പ്രവാസികൾ മടങ്ങി വന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കുറിക്കുന്നത്: കണ്ണുനീരോടെ വിതച്ച ചില വിതകൾ. വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനാ റൂമിൽ കണ്ണുനീരോടെ വിതച്ചതാണ്. പ്രാർത്ഥിച്ചെഴുന്നേറ്റ അനന്തരം വലിയ മറുപടികൾ പ്രതീക്ഷിച്ചു. പ്രാർത്ഥന നിർത്തരുതേ, അങ്ങ് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടികൾ ദൈവം ഈ ദിവസങ്ങളിൽ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടം. ആലയത്തിൽ വന്ന് ഹന്ന കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. തൻ്റെ ജീവിതത്തിനകത്തെ തൻ്റെ ജീവിതത്തിനകത്ത് താൻ കേട്ടുകൊണ്ടിരിക്കുന്ന അപവാദ വർത്തമാനങ്ങൾ, അതിൻ്റെ നടുവിൽ തനിക്കൊരു പുരുഷപ്രജയെ ലഭിക്കണമെന്ന് താൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയിൽ പുരോഹിതന് മനസ്സിലായില്ല തൻ്റെ വേദന, തൻ്റെ വിഷമതകൾ. പുരോഹിതൻ പറഞ്ഞു, വീഞ്ഞു കുടിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവളെ നിരുത്സാഹപ്പെടുത്താൻ നോക്കിയപ്പോഴും അവളുടെ പ്രാർത്ഥനയിൽ തുടർന്നതുകൊണ്ട് 1 ശമൂവേലിന്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ, 1-ാം അധ്യായം അവസാന വേദഭാഗങ്ങളിൽ വായിക്കുമ്പോൾ, അവൾ ആലയത്തിൽ നിന്ന് ദൈവത്തോട് എന്താണോ കരഞ്ഞപേക്ഷിച്ച് ചോദിച്ചത്, പ്രാർത്ഥിച്ചത്, ആ വിഷയത്തിന്റെ വിടുതൽ പിറ്റേ ആണ്ടിൽ ആ പുരോഹിതന്റെ മുന്നിൽ വെളിപ്പെടുത്തി കാണിക്കുന്ന ഒരു കാഴ്ച അവിടെ കാണുകയാണ്. ഹല്ലേലൂയ. അങ്ങയുടെ മറുപടികൾ വൈകുന്നതിൻ്റെ പേരിൽ ഒരുപാട് നിന്ദകൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാം.
അങ്ങയുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങളുടെ പ്രവർത്തികൾ വിടുതലിന്റെ പേരിൽ നിരുത്സാഹപ്പെടുത്താൻ ഒത്തിരി പേർ പലതും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം. ഇന്ന് ഈ സമയത്ത് ദൈവാത്മാവ് ഇടപെടുന്നത് അങ്ങയുടെ പ്രാർത്ഥന ഒരു മനുഷ്യന്റെ മുൻപിലല്ല അങ്ങ് പ്രാർത്ഥിച്ചത്, ഒരു മനുഷ്യനോടല്ല അങ്ങ് അപേക്ഷിച്ചത്. സർവശക്തനായ ദൈവത്തോട് ഒറ്റ വാക്കുകൊണ്ട് സർവലോകത്തെ ഉളവാക്കുവാൻ കഴിവുള്ള കരുത്തുള്ള സർവശക്തിയുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങ് കലങ്ങി പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ അത് വൃഥാവല്ല. അതിന്റെ മറുപടികൾ വെളിപ്പെടാനുള്ള സമയം വെളിപ്പെടുകയാണ്. നേരം വൈകുന്നത് കൊണ്ട്, സമയം വൈകിയത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല എന്ന് പലരും നിരുത്സാഹപ്പെടുത്തിയേക്കാം. ദൈവമില്ലെന്നൊക്കെ പലരും പറഞ്ഞേക്കാം. ദൈവത്തിന് എൻ്റെ അപേക്ഷ കേൾക്കാൻ ദൈവം കേൾക്കുകയില്ലെന്നൊക്കെ പലരും പറഞ്ഞ് നമ്മുടെ മനസ്സ് മടുപ്പിച്ച് ഹൃദയം തളർത്തി നിരുത്സാഹപ്പെടുത്തിയേക്കാം. പക്ഷെ വചനം പറഞ്ഞു, കണ്ണുനീരോടെ വിതച്ച വിതകൾ കൊയ്യുന്നത് കണ്ണുനീരോടല്ല, ആർപ്പുവിളിയോടെ ആർപ്പോടെ കൊയ്യുന്നൊരു സമയം വെളിപ്പാടാൻ പോവുക. ഹല്ലേലൂയ. ആർപ്പോടെ എന്ന് പറഞ്ഞ കണ്ണുനീര്, താങ്കൾ കണ്ണുനീര് ഒഴിച്ചത് താങ്കളുടെ പ്രാർത്ഥനാ റൂമിനകത്ത്, ഹല്ലേലൂയ, റൂമിനകത്ത് ദൈവസന്നിധിയിലാണ് താൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത്. അത് മറ്റാരും കണ്ടിട്ടില്ല, അത് മറ്റാരും അറിഞ്ഞിട്ടില്ല. എന്നാൽ അതിൻ്റെ മറുപടികൾ ഇങ്ങനെയാണ് പറയുന്നത്, കണ്ണുനീരോടെ വിതച്ചത് ആർപ്പോടെയാണ് കൊയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് കൊയ്യുന്നത് ആരും കാണാതെയല്ല. ആർപ്പുവിളി കേട്ട് പലരും അറിയും നീ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ഇതാണെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിത, സുഹൃത്തെ, മാതാവേ, പിതാവേ, സഹോദര, ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ഈ വചനാടിസ്ഥാനത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ കരച്ചിലിനൊരു മറുപടിയുണ്ട്, അങ്ങയുടെ വേദനയ്ക്കൊരു മറുപടിയുണ്ട്. കണ്ണുനീരോടെ വിതച്ച ചിലതിന് മറുപടി തരാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. ആയതുകൊണ്ട് പ്രാർത്ഥന നിർത്തരുത്, പ്രാർത്ഥനയിൽ തുടരുക. മറുപടികൾ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ അങ്ങ് ആഗ്രഹിക്കുന്ന വിഷയത്തിനകത്ത് സ്വപ്നം കാണാൻ കഴിയാത്തൊരു ദൈവപ്രവൃത്തി പോലെ ദൈവത്തിന്റെ മറുപടികൾ ചലിക്കും. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.